ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. HSI ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളിലെ രണ്ടാമത്തെ ലെക്ചറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ HSIയുടെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. അപ്പം എക്സാം വരെ ഈ വീഡിയോസ് തുടരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ മറ്റ് അസിസ്റ്റൻസോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ പ്രധാനമായിട്ടും 7 പോസ്റ്റുലേറ്റ്സുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതെല്ലാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിലെ പോസ്റ്റുലേറ്റ്സ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത് F. ഹണ്ടും R.S. മുള്ളിക്കൻ കൂടിയിട്ടാണ്. ഇവർ രണ്ടുപേരാണ്, ഹണ്ടും മുള്ളിക്കനും കൂടിയിട്ടാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ 6 പോസ്റ്റുലേറ്റ്സുകൾ ഇതാണ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, തന്മാത്രകളിൽ ഇലക്ട്രോണുകൾ മോളിക്കുലർ ഓർബിറ്റിൽ എന്നറിയപ്പെടുന്ന ചില പ്രത്യേകതരം ഓർബിറ്റുകളാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ തന്മാത്രകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് മോളിക്കുലർ ഓർബിറ്റലുകളാണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, താരതമ്യപ്പെടുത്താവുന്ന ഊർജ്ജവും ശരിയായ സമമിതിയുമുള്ള ആറ്റോമിക് ഓർബിറ്റലുകൾ സംയോജിച്ചാണ് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് സിമിലർ എനർജിയും സിമിലർ സിമെട്രിയുമുള്ള ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്നിട്ടാണ് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നതാണ്. ഒന്നാമത്തത് ഇലക്ട്രോൺസുകൾ കാണപ്പെടുന്നത് മോളിക്കുലർ ഓർബിറ്റലാണ്. രണ്ടാമത്തെ സെയിം സിമെട്രി ഓൾമോസ്റ്റ് സെയിം എനർജിയുള്ള ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്നിട്ടാണ് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാമത്തത്, ആറ്റോമിക് ഓർബിറ്റലുകൾ മോണോസെൻട്രിക് ആണ്, അതേസമയം മോളിക്കുലർ ഓർബിറ്റലുകൾ പോളിസെൻട്രിക് ആണെന്നാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. ആ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങുക. ഇവിടെ എന്താണ്, മോളിക്കുലർ ആകുമ്പോൾ ഒന്നും കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ ഡീലോക്കലൈസ്ഡ് ആയിരിക്കും, ഒന്നും കൂടുതൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങേണ്ടി വരും. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി നാലാമത്തെ പോസ്റ്റുലേറ്റ്, രൂപപ്പെടുന്ന മോളിക്കുലർ ഓർബിറ്റുകളുടെ എണ്ണം എന്തായിരിക്കും? ആറ്റോമിക് ഓർബിറ്റൽ, എത്ര ആറ്റോമിക് ഓർബിറ്റലുകളാണോ കൂടിച്ചേരുന്നത് അതിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും മോളിക്കുലർ ഓർബിറ്റുകളുടെ എണ്ണം എന്നാണ്. അതായത് 2 ആറ്റോമിക് ഓർബിറ്റലുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ 2 മോളിക്കുലർ ഓർബിറ്റുകൾ ആണ് ഉണ്ടാവുക. അതിൽ ഈ 2 മോളിക്കുലർ ഓർബിറ്റലാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ ഒന്നിനെ നമ്മൾ എന്ത് വിളിക്കും? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും രണ്ടാമത്തേതിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും വിളിക്കും. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് അനുബന്ധമായ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനേക്കാളും എനർജി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ആറാമത്തത്, ഒരു കൂട്ടം ന്യൂക്ലിയസുകൾക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സാധ്യതാ വിതരണം തന്മാത്രാ ഭ്രമണപഥങ്ങൾ നൽകുന്നു. അതായത് ഈ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും ഇലക്ട്രോൺസുകൾ കറങ്ങുന്നതാണ് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഏഴാമത്തത്, 3 നിയമങ്ങൾക്കനുസരിച്ചാണ് തന്മാത്രാ ഭ്രമണപഥങ്ങൾ നിറയ്ക്കുന്നതാണ്. അതായത് മോളിക്കുലർ ഓർബിറ്റലുകളെയാണ് തന്മാത്രാ ഭ്രമണപഥം എന്ന് പറയുന്നത്. മോളിക്കുലർ ഓർബിറ്റലുകളെ നിറയ്ക്കുന്നതിന്, ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്നതിന് 3 തിയറിയാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ഓഫ് പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ ഹൺസ് റൂൾ. ഈ 3 തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് 7 പോസ്റ്റുലേറ്റ്സുകൾ ഉള്ളത്. ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ എനർജിയും ഒരേ സിമെട്രിയുള്ള ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർത്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നതാണ്. അതെങ്ങനെയാണ് ഈ ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേരുന്നതെന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസിനെ പറ്റി പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. സംയോജിപ്പിക്കുന്ന ആറ്റോമിക്, ഇതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസിന് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നാമത്തത്, സംയോജിപ്പിക്കുന്ന ആറ്റോമിക് ഓർബിറ്റലുകൾക്ക് ഒരേ ഊർജ്ജമോ ഏതാണ്ട് ഒരേ ഊർജ്ജമോ ആയിരിക്കണം എന്നാണ്. അതായത് സെയിം എനർജിയോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം എനർജിയോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്, സംയോജിപ്പിക്കുന്ന ആറ്റോമിക് ഓർബിറ്റലുകൾക്ക് തന്മാത്ര അച്ചുതണ്ടിനെ കുറിച്ച് ഒരേ സമമിതി ഉണ്ടായിരിക്കണം, അതായത് സെയിം സിമെട്രി ആയിരിക്കണം എന്നാണ്. മൂന്നാമത്തെ, സംയോജിപ്പിക്കുന്ന ആറ്റോമിക് ഓർബിറ്റലുകൾ പരമാവധി
ഓവർലാപ്പ് ചെയ്യണമെന്നാണ്, അതായത് മാക്സിമം ഓവർലാപ്പ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഏതെല്ലാണ് വിവിധ തരം ആറ്റോമിക് ഓർബിറ്റലുകൾ എന്ന് നോക്കാം. അപ്പോൾ വിവിധ തരം ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ വിവിധ തരം തന്മാത്ര ഓർബിറ്റലുകളാണ്, അതായത് മോളിക്കുലർ ഓർബിറ്റലുകൾ ഏതെല്ലാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് 2 എണ്ണം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതേതാണ് ഞാൻ പറയാം. മോളിക്കുലർ ഓർബിറ്റലുകളുടെ 2 എണ്ണമാണ്. ഒന്ന് സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഓർബിറ്റലുകൾ ഉണ്ട് എങ്കിൽ, ഇങ്ങനെ ഒരു ഓർബിറ്റൽ ഉണ്ട് എങ്കിൽ, രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ രണ്ടാമത്തെ ആറ്റോമിക് ഓർബിറ്റൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ഇത് തമ്മിൽ ഇങ്ങനെ ഈ 2 ഓർബിറ്റലുകൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. 2 ന്യൂക്ലിയസുകൾ തമ്മിൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കും. ഇനി 2 ഓർബിറ്റലുകൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെന്ത് വിളിക്കും? പൈ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും ശരിക്കും പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റലുകൾ സിഗ്മയും പൈയും അല്ലാതെ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞതുണ്ട്. നമുക്കതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഹയർ ലെവലിൽ പഠിച്ചാൽ മതി. നമുക്ക് ഇത്രയും 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്. ഇങ്ങനെ 2 തന്മാത്ര ഓർബിറ്റലുകളാണുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് വിവിധ മോളിക്കുലർ ഓർബിറ്റുകളുടെ ഊർജ്ജമാണ്, എനർജിയുടെ ഓർഡറാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതാണ് മോളിക്കുലർ ഓർബിറ്റുകളുടെ എനർജി. ആദ്യം എഴുതിയിരിക്കുന്നത് 14 ഇലക്ട്രോൺസ് വരെയുള്ള സിസ്റ്റത്തിനാണ്, അപ് ടു 14 ഇലക്ട്രോൺസ്. ഓക്കെ, ഈ എനർജി ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടത്. എബവ് 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഈ താഴത്തെ എനർജി ലെവലാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, ഇതാണ് എനർജി ഓർഡർ. ഈ വലത്തോട് പോകുമ്പോൾ എനർജികൾ കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണ്? ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് പൈ 2px ആണ് വരുന്നത്. പൈ 2px ഈക്വൽ ടു പൈ 2py ആണ് വരുന്നത്. ഇവിടെ എന്താണ്? സിഗ്മ 2pz പൈ കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ കേസിൽ എന്താണ്? സിഗ്മ കഴിഞ്ഞിട്ടാണ് പൈ വരുന്നത്. ഇത് ഇവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ കേസിൽ. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതാണ് വിവിധ മോളിക്കുലർ ഓർബിറ്റുകളുടെ എനർജി ഓർഡർ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം ഈ എനർജി ഓർഡർ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിപ്പം 7 പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു, എനർജി ഓർഡർ പഠിച്ചു. ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാമെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എടുക്കുന്നത് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് H2 മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രത്തിൻ്റെ ആദ്യത്തെ കാര്യം എന്താണ്? ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്നിട്ട് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, 1s1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ 1s, 2 1s ഓർബിറ്റലുകൾ. ഇത് ഒരു ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലാണ്, രണ്ടാമത്തെ 1s ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ എന്ത് ചെയ്യും? ആറ്റോമിക് ഓർബിറ്റലുകളാണ്. ഇത് ഒരു ഹൈഡ്രജൻ, ഇത് രണ്ടാമത്തെ ഹൈഡ്രജൻ. ഇവിടെയാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? 2 ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേരുകയാണെങ്കിൽ 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന 2 മോളിക്കുലർ ഓർബിറ്റൽ ഒന്നിന് എനർജി കൂടുതലും ഒന്നിന് എനർജി കുറവായിരിക്കും എന്ന് പറഞ്ഞു. എനർജി കുറവുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് വിളിക്കും. ഇതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇതെന്താണ്? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് ഇത്. ഓക്കെ, ഇപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ സിഗ്മ 1s എന്നാണ് വിളിക്കുക. ആൻറ്റി ബോണ്ടിങ് ആണെങ്കിൽ ഒരു സ്റ്റാർ ഇടും, സിഗ്മ സ്റ്റാർ 1s എന്ന് വിളിക്കും. റെഡി. ഇനി ഹൈഡ്രജൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1s1 ആണ്. ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ. ഇനി എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ 2 ഇലക്ട്രോൺ ഇവിടെ ഇടണം. റെഡി. അപ്പോൾ ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇനി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു മോളിക്യൂൾ എടുത്ത് നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമുക്ക് N2 മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം നോക്കാം. ഇപ്പോൾ N2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 ആണ്. അപ്പോൾ ഇത് ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ 2s-ഉം 2p മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 1s-ൻ്റെ അടിയിലുണ്ടാവും, നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം 2p ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. p വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി
എസ് നമ്മൾ ഇവിടെയും ഇവിടെയും വരയ്ക്കും. ഓക്കെ, ഇത് 1s, ഇത് ഒരു നൈട്രജൻ്റെ 2s, ഇത് രണ്ടാമത്തെ നൈട്രജൻ്റെ 2s, ഇത് 2p, ഇത് 2p. ഇനി ഇതെന്താ വരിക? പൈ 2px പൈ 2py സിഗ്മ 2pz പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഇത് സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. അപ്പോൾ ആകെ 4 ഇലക്ട്രോൺ ഉണ്ട്. 2 നമ്മൾ ഇവിടെ ഇടും, 2 ഇവിടെ ഇടും, 4 ഇലക്ട്രോൺ. ഇവിടെ എത്ര ഉണ്ട്? 2p3 ആണ്. ഇപ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 3 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അപ്പോൾ എത്ര? 6 ഇലക്ട്രോൺ നമ്മൾ ഇടണം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് നൈട്രജൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നൈട്രജൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചു. ഇതിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റൽസിൽ ഏറ്റവും എനർജി കൂടിയത്, ഇതിനെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നതിൽ ഏറ്റവും എനർജി കൂടിയതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോ എന്ന് വിളിക്കും. ഇത് നമ്മൾ വിളിക്കുന്നത് ഹോമോ എന്നാണ്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഹോമോ. ഇലക്ട്രോൺസ് ഇല്ലാത്തതിൽ ഏറ്റവും എനർജി കുറവുള്ളത്. അപ്പം ഇലക്ട്രോൺ ഇല്ലാത്തതിൽ ഏറ്റവും എനർജി കുറവുള്ളത് ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൂമോ എന്ന് വിളിക്കും. ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് നൈട്രജനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വെച്ചിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VSEPR തിയറി പറഞ്ഞു. ഇതിലിപ്പോൾ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ് പറയുന്നത്. ഇനി അടുത്തതിൽ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പറയും. അപ്പം കുറേ തിയറി ഉണ്ട്. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് തിയറി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ് ഒരു പ്രോബ്ലത്തിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ഈ മോളിക്കുളിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ, ബോണ്ട് ഓർഡർ ആണെങ്കിൽ, ബോണ്ട് സ്ട്രെങ്ത് ആണെങ്കിൽ, ഹോമോ ലൂമോ ആണെങ്കിൽ ഒക്കെ നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ബോണ്ട് ഓർഡർ, ബോണ്ട് സ്ട്രെങ്ത്, ഹോമോ ലൂമോ ഒക്കെയാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ചിട്ട് വേണം ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാൻ. റെഡി? ഇപ്പം നമുക്ക് ഇപ്പോൾ ഹോമോ ലൂമോ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതായത് കാന്തിക സ്വഭാവത്തെ പറ്റി ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഒരു മോളിക്യൂളിൻ്റെ കാന്തിക സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുക? ഒരു ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ എടുത്ത N2 N2+ എടുക്കാം. നമുക്ക് N2 ഞാൻ 2 മോളിക്യൂൾ എടുക്കുന്നു. N2 ഇതിൻ്റെ രണ്ടിൻ്റെയും കാന്തിക സ്വഭാവത്തെ പറ്റി ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്നു. N2ൻ്റെത് ഇപ്പം വരയ്ക്കാൻ വേഗം കഴിയുമല്ലോ. ഇങ്ങനെ വരും. ഇതാണ് N2യുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മോളിക്കുലർ ഓർബിറ്റലാണ് നോക്കേണ്ടത്. ഇവിടെ എല്ലാ ഇലക്ട്രോൺസും പെയർഡാണ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇഫ് 1 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. ഇതെന്താണ്? ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണ്. ഇത് N2 എന്ന് പറയുന്നത് എന്താണ്? N2 നമുക്ക് പറയാം എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഇനി N2+ എന്ന് പറയുമ്പോൾ എന്താ വരിക? N2+ എന്ന് പറയുമ്പോൾ N2 എന്ന് ഒരു ഇലക്ട്രോൺ കുറയണമല്ലോ. ഇപ്പം നമുക്ക് ഒരു ഇലക്ട്രോൺ, ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഒഴിവാക്കണം, ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ പോകും അല്ലേ? അപ്പോൾ എന്താണ് വരിക? ഇവിടെ എങ്ങനെ വരും? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും. അപ്പോൾ N2+ എന്താ വരിക?
N2 പ്ലസ് എന്ന് പറയുമ്പോൾ അതെന്താ ഒരു വരിക, പാരാമാഗ്നറ്റിക് ആണ് വരിക, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാന്തിക സ്വഭാവം പറയേണ്ടതെന്നുള്ളത്. എല്ലാ ഇലക്ട്രോൺസ് പെയ്ഡ് ആണെങ്കിൽ ഡയമagnetic ആണ്. അപ്പോൾ നമ്മളൊരു മോളിക്കൂൾ തന്നിട്ട് ആണ് ചോദിക്കുക, ഇപ്പം C2 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെയാണ് പറയുക, അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കുക. എന്നിട്ട് എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണ് എങ്കിൽ അത് ഡയമagnetic ആണ്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ട് എങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബോണ്ട് ഓർഡർ ആണ്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം N2 എന്ന് പറഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് N എന്നാണ് നമ്മൾ എഴുതുക. N2നെ നമ്മൾ N ട്രിപ്പിൾ ബോണ്ട് N എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ എത്ര ബോണ്ട് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ പറയുക. അപ്പം ബോണ്ട് ഓർഡർ ഈ 3 ബോണ്ട് ഉണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ 3 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ഒരു ഇപ്പോൾ കാർബൺ എടുക്കുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് C എന്ന് എഴുതുക. അപ്പോൾ ഇത് ഡബിൾ ബോണ്ടാണ്, ഇത് ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പം ഡബിൾ ബോണ്ടിനേക്കാളും സ്ട്രോങ് ആയിരിക്കും ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക. ബോണ്ട് ലെങ്ത്തിന് എന്ത് സംഭവിക്കുക, ബോണ്ട് ലെങ്ത് കുറയുകയാണ് ചെയ്യുക. ഇപ്പം ബോണ്ട് ഓർഡർ സ്ട്രോങ് ആകുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ അടുത്ത് വരും. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് കൂടുമ്പോൾ കൂടുതൽ ആറ്റങ്ങൾ അടുത്ത് വരും. ബോണ്ട് സ്ട്രെങ്ത് വീക്ക് ആവുന്ന സമയത്ത് ആറ്റങ്ങൾ ദൂരെ പോകും. അപ്പം ബോണ്ട് ലെങ്ത് കൂടും. വീക്ക് ആവുകയാണെങ്കിൽ ബോണ്ട് ലെങ്ത് കൂടും, സ്ട്രോങ് ആവുകയാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറയും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ഇങ്ങനെ എഴുതാം നമുക്ക്. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി എങ്ങനെ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് N2 മോളിക്കൂളിനെ എടുക്കാം. N2യുടെ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ N2യുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് N2യുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം ഉള്ളത്. ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുക, ബോണ്ട് ഓർഡർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ ഇപ്പോൾ ഇവിടെയും ബോണ്ട് എന്താണ്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോൾ നമുക്കപ്പോൾ ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതെന്താണ്, ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് 6 ഇലക്ട്രോൺ ഉള്ളത്. ഇവിടെ നിന്നാണ് ആൻറ്റി ബോണ്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡർ ഈക്വൽ ടു എന്താ വരിക, 6 എത്ര ഉണ്ട് ഇവിടെ, 6 ഇലക്ട്രോൺ അല്ലേ, 6 മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇല്ല, 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പം ബോണ്ട് ഓർഡർ എത്രയാണ്, 3 ആണ് കിട്ടുന്നത് N2ൻ്റെ കേസിൽ. ഇനി N2 പ്ലസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക, ആണെങ്കിൽ എന്താ വരിക, ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് കുറയ്ക്കണം. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ എന്താ വരിക, ഇത് നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ ബോണ്ട് ഓർഡർ ഈക്വൽ ടു എന്താ വരിക, 5 മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2.5 കിട്ടും. റെഡി, N2 പ്ലസിൻ്റെത് 2.5 ആണ്. ഇനി അടുത്ത N2 മൈനസ് ആണെങ്കിലോ, N2 മൈനസ് ആണെങ്കിൽ എന്താ വരിക, N2 ഇങ്ങനെയാണ്. N2 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് ഒരു ഇലക്ട്രോൺ കൂടി വരും, അതിപ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ എന്താ വരിക, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ 6 ഇലക്ട്രോൺ ഉണ്ട്, 6 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ ഒന്നുണ്ട്, 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പം 5/2 എന്ന് പറയുമ്പോൾ 2.5 തന്നെ വരും. ഓക്കെ, N2 മൈനസ് ആയാലും N2 പ്ലസ് ആയാലും എന്താണ് 2.5 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ഡിവൈഡ് ബൈ 2 ആണ്. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, ഞാൻ ടഫായിട്ടുള്ള പ്രോബ്ലംസ് മാത്രം സെലക്ട് ചെയ്തെടുത്തതാണ്. പ്രീവിയസ് ഇയർ ഗേറ്റിൻ്റെ നെറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെയാണ് പല ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇത്രയും എന്താണ് നല്ല ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുള്ളാകുമ്പോൾ നമുക്കിവിടെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്
പിന്നെ അത് മാത്രമല്ല, ഈ PSCയുടെ ഇപ്പോഴത്തെ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ പണ്ട് 2016 നടന്ന പോലെയല്ല. ഇപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള ശീലം വേണം. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തിരഞ്ഞു പിടിച്ച് ഞാൻ എടുത്തിടുന്നതാണ്. നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഇലക്ട്രോൺ ചേർക്കുമ്പോൾ ബോണ്ട് ക്രമം വർദ്ധിക്കുന്ന തന്മാത്ര ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ബോണ്ട് ക്രമം എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ആണ്. ഇപ്പോൾ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ച് വെക്കുക. ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഞാൻ P മാത്രമേ വരയ്ക്കുള്ളൂ. P ഓർബിറ്റൽ മാത്രം വരച്ച് നോക്കിയാൽ മതി. നമ്മൾ O2 ആണ്. O2 എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. 1s2 2s2 2p4 ആണ് വരിക. അപ്പോൾ Pയിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ P മാത്രം ഞാൻ വരയ്ക്കാം. അപ്പോൾ O2 ആകുന്ന സമയത്ത് 15 കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഇങ്ങനെയാവും മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പം 4 ഇലക്ട്രോൺ ഉണ്ട് P ഓർബിറ്റിൽ, ഇവിടെയും 4 ഇലക്ട്രോൺ. അപ്പോൾ 8 ഇലക്ട്രോൺ വരയ്ക്കണം നമ്മൾ. ഇങ്ങനെ വരും. ഇതാണ് O2. അപ്പോൾ O2ൽ ബോണ്ട് ഓർഡർ എത്രയാണ് വരിക? 6 - 2 / 2 എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടുക. ഓക്കെ, O2. ഇനി എന്താ ചോദ്യം? എന്താ ഒരു ഇലക്ട്രോൺ, ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ഇതിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. അതായത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പം നോർമലി O2ൻ്റെ ഇതാണ്. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ O2 മൈനസ് ആവും അല്ലേ? O2 മൈനസ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരിക? 6 - 3 / 2 എന്ന് പറയുമ്പോൾ 1.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ബോണ്ട് ഓർഡർ കൂടുതലല്ല ചെയ്തത്, കുറയാണ് ചെയ്തത്. അപ്പോൾ ഇത് തെറ്റാണ്. റെഡി? അടുത്ത നമുക്ക് B2 നോക്കാം. B2 എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ് വരുന്നത്. അപ്പോൾ P എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഒരു ഇലക്ട്രോൺ വരും. ഇവിടെയും ബോറോണിൽ ഒരു ഇലക്ട്രോൺ വരും, ഇവിടെ വരും. അപ്പം ബോണ്ട് ഓർഡർ എത്ര വരിക? ബോണ്ട് ഓർഡർ = 2 - 0 / 1 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, 2 - 0 / 2 എന്ന് പറയുമ്പോൾ 1 വരും. ഇത് ബോറോണ്ടാണ്. ഇനി B2 മൈനസ് ആണെങ്കിൽ എന്താ വരിക? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ആ ഇലക്ട്രോൺ ഇവിടെ വരും അല്ലേ? അപ്പോൾ എന്താ വരിക? 3 - 0 / 2 വരും, 1.5 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് അഡീഷണൽ ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ എന്താണ്? ബോണ്ട് ഓർഡർ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ശരിയാണ്. ഇനി P2ൻ്റെ N2ൻ്റെ കേസിൽ എന്താ വരിക? P2ഉം N2ഉം ഒരേ ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ്? Pയിൽ 3 ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഇതിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. P2ൻ്റെ കേസിൽ ഇത് താഴെയാണ് വരിക, N2 ഇങ്ങനെയാണ് വരിക, P2 ഇത് താഴെ വരും. രണ്ടായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ഇനി അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺ ഇവിടെയാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് വരിക. അപ്പോൾ എന്താണ്? ബോണ്ട് ഓർഡർ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇതും കുറയാണ് ചെയ്യുക. ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഇതാണെന്നാണ് ചോദ്യം. ഈ പ്രസ്താവനകളൊക്കെ വായിച്ചിട്ട് ശരിയായ ഉത്തരം കണ്ടുപിടിക്കുക. ഇത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം PSCയിലൊക്കെ പൊതുവെ LD ക്ലർക്ക് മുതലുള്ള എല്ലാ എക്സാമുകൾക്കും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുക. ഇപ്പോഴുള്ള HSC എക്സാമുകൾക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പരമാവധി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഇതിൽ കാണാൻ നിങ്ങൾക്ക് സാധ്യത കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ബോണ്ട് ഓർഡറിലെ ശരിയായ പ്രവണതയാണ് ചോദിച്ചിരിക്കുന്നത്. O2+, O2 2- O2- ആണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇപ്പം നേരത്തെ വരച്ച പോലെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുക. O2 ആണ്. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് വരിക. മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് O2 എടുക്കാം ആദ്യം. O2 എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആണ് ഓക്സിജനിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പം 8 ഇലക്ട്രോൺ ആണ് നമ്മൾ ഇടേണ്ടത്. ഇതാണ് O2. ഇനി O2 വരച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് കഴിയും. O2+ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒരു O2+ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് മിസ്സാവും. അപ്പോൾ എന്താ? ബോണ്ട് ഓർഡർ എത്ര വരിക? 6 - 1 / 2 എന്ന് പറഞ്ഞാൽ 2.5 കിട്ടും. 5/2 2.5 കിട്ടും അല്ലേ? ഇനി O2- ആണെങ്കിൽ എന്താ വരിക? ഈ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും, ഈ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് O2 ആണ്.
അഡീഷണൽ ആയിട്ട് ഒരു മൈനസും കൂടി ഒരു ഇലക്ട്രോൺ കൂടി വരില്ല, അപ്പോൾ ഇവിടെ വരും. ഇപ്പോൾ എന്താ വരിക, O2 മൈനസ് എന്ന് പറയുമ്പോൾ 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1.5 വരും. ഇനി O2 2 മൈനസ് ആണ് എങ്കിലോ ഒരു ഇലക്ട്രോൺ കൂടി വരും, അപ്പോൾ എന്താ വരിക 6 മൈനസ് 4 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ O2 പ്ലസിൻ്റെ എത്രയാണ് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് 2.5 ആണ്. O2 മൈനസ് ആണെങ്കിൽ എത്രയാണ് 1.5 ആണ്. O2 2 മൈനസ് ആണെങ്കിൽ 1 ആണ്. ഇപ്പോൾ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ എന്താണ് O2 പ്ലസ് ആണ്, പിന്നെ O2 മൈനസ് ആണ്, O2 2 മൈനസ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. O2 പ്ലസ്, O2 മൈനസ്, O2 2 മൈനസ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യൂ. സംശയങ്ങളുണ്ട് എങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാണ് നാലാമത്തെ ചോദ്യം. NO, O2, B2, C2 എന്നിവയുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കാന്തിക ഗുണങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അതായത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ ഈ തന്മാത്രകൾ എന്നാണ് പറയേണ്ടത്. ഇത് ചെയ്ത് നോക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, N2 പ്ലസ് അയോണിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ചെയ്തതാണ്, നമുക്ക് 2.5 കിട്ടിയതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. നേരത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.